നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളെല്ലാവരും ജിമെയിൽ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ജിമെയിൽ ഐ ഡി നമ്മളുടെ ബാങ്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാനോ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളുടെ ജിമെയിൽ ഐ ഡിയാണ് കൊടുക്കാറ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഏത് ഫോം എവിടെയൊക്കെ പൂരിപ്പിക്കാൻ നോക്കിയാലും അവിടെ നമ്മളുടെ ജിമെയിൽ ഐ ഡി അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ജിമെയിൽ ഐ ഡി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നൽകും. എന്നാൽ നമ്മളിങ്ങനെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും നമ്മളുടെ ജിമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നമ്മൾ ജിമെയിലിൽ കുറച്ച് സെക്യൂരിറ്റി സെറ്റിങ്സ് കൂടെ എനേബിൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും അതേപോലെ തന്നെ നമ്മളുടെ ഫോണിലെ പേഴ്സണൽ ഡാറ്റാസും എല്ലാം സ്കാമേഴ്സിന് വളരെ സിമ്പിളായിട്ട് അടിച്ചു മാറ്റാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം, നമ്മൾ ജിമെയിൽ ഐ ഡി ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഫോം പൂരിപ്പിക്കുന്ന സമയത്തായാലും ഏത് കാര്യങ്ങൾക്കും അവിടെ ഒരു ജിമെയിൽ ഐ ഡി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ജിമെയിൽ ഐ ഡി കൊടുക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ബാങ്കിലെ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഓൾറെഡി ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് നമ്മുടെ ഫോണിലെയും നമ്മളുടെ ബാങ്കിലെ അക്കൗണ്ടിലെ പണത്തെയും എല്ലാം നമുക്ക് വളരെ അടിപൊളിയായിട്ട് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോയതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ആ ജിമെയിലിൽ നമ്മളുടെ കുറച്ച് സെറ്റിങ്സിൽ മാറ്റം വരുത്തുക എന്ന് നോക്കാം. ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏറ്റവും മുകളിലുള്ള റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എന്നാലും നമുക്കറിയാം, നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വളരെ വീക്കായിട്ടുള്ള പാസ്വേഡാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്കറിയാം, സ്കാമേഴ്സിന് വളരെ എളുപ്പത്തിൽ നമ്മളുടെ അക്കൗണ്ട് അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മളുടെ പേര് എഴുതുമ്പോൾ ഫസ്റ്റത്തെ അക്ഷരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 8 ക്യാരക്ടർ നമ്മൾ ടൈപ്പ് ചെയ്യണം. നമ്മളുടെ പേര് ഇപ്പോൾ 8 ക്യാരക്ടർ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു 8 ക്യാരക്ടർ നല്ലത് ആലോചിച്ചതിന് ശേഷം 8 ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് നമ്മളൊരു സിമ്പിൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു സിമ്പിൾ കൊടുക്കുക. ജസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഹാഷ്, അറ്റ്, നമുക്കിവിടെ ഇങ്ങനെയുള്ള സിമ്പിളുകളിലൂടെ കാണാം. ഇതിലേതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് അത് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും നമ്മളിവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെറ്റിങ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഏറ്റവും മുകളിലുള്ള ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഏരോ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ. അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രിവെൻറ്റ് ഹാക്കേഴ്സ് ഫ്രം ആക്സസിങ് യുവർ അക്കൗണ്ട് വിത്ത് ആൻ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മളുടെ ഫോണിൽ നിന്നല്ലാതെ ആരെങ്കിലും നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാതെ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അവർ ഒരു കോഡ് സെൻഡ് ചെയ്യും. ആ കോഡ് അവർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ടേൺ ഓഫ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി അത് നമ്മൾ ഈ ജിമെയിൽ ഐ ഡി ഏത് ഫോണിലൊക്കെയാണോ, നമുക്കൊരു ഫോൺ ഉണ്ടാവും, ഒരു ടാബ്ലറ്റ് ഉണ്ടാവും, 1, 2, 3 ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ജിമെയിൽ ഐ ഡി ആ ഫോണിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു കോഡ് വരുന്നതാണ്. അപ്പോൾ ആ കോഡ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് അപ്പോൾ തന്നെ അവിടെ നിന്ന് കീപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ആ കോഡ് അവർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു മസ്റ്റായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനേബിൾ ചെയ്തിടാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത്, നമുക്ക് കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം യുവർ ഡിവൈസസ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മാനേജ് ഓൾ ഡിവൈസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഫോൺ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഏറ്റവും മുകളിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇവിടെ ഫോണിൻ്റെ പേരും അതേപോലെ തന്നെ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഫോൺ ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് താഴെ നമുക്ക് കാണാം, അതിന് നമ്മൾ 4 മിനിറ്റ് അകോ നമ്മൾ ഏതൊക്കെ സമയത്താണ് നമ്മൾ ഫോൺ ഉപയോഗിച്ചത് ആ സെക്ഷനൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് വേറെ ആരുടെയെങ്കിലും ഫോണിൽ ഓപ്പൺ ആണെങ്കിൽ നമുക്കിവിടെ
തൊട്ട് താഴെ നമ്മളുടെ ഫോണിൻ്റെ തൊട്ട് താഴെയുള്ള സെക്ഷനിൽ അതിവിടെ എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക. ആ ഫോണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഭാഗത്ത് സൈൻ ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനോ അതേപോലെ തന്നെ ആക്സസ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ പാസ്വേഡ് മാറ്റി കൊടുക്കുക, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഒരു വിധത്തിലും നമ്മളുടെ അക്കൗണ്ട് ആർക്കും ഹാക്ക് ചെയ്യാനോ ആക്സസ് ചെയ്യാനായിട്ടോ ഇതുമൂലം സാധിക്കുകയില്ല. അടുത്തതായി നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും നമ്മൾ വെബ്സൈറ്റിലൊക്കെ പോയി നമ്മളവിടെ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മളവിടെ സൈൻ ഇൻ ചെയ്യും, യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുക്കും. എല്ലാ പെർമിഷനും നമ്മളവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട്. നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ നമ്മൾ പോയി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കുറേ നാൾ പഴയ ഫോണൊക്കെ മേടിച്ചതിന് മുൻപ് മേടിക്കുമ്പോഴായിരിക്കും നമ്മളത് സൈൻ ഇൻ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വെബ്സൈറ്റോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന് വേണ്ടി നമുക്കിവിടെ നേരത്തെ കാണാം യുവർ ഡിവൈസസിന് താഴെ മാനേജ് ഓൾ ഡിവൈസ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. എന്നിട്ട് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് യുവർ കണക്ഷൻസ് ടു തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ്, കീപ്പ് ട്രാക്ക് ഓഫ് യുവർ കണക്ഷൻസ് ടു തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമുക്കിതിൽ സംശയമുള്ള നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത പണ്ടും എപ്പോഴോ നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും ഇവിടെ തൊട്ട് താഴെ കാണാം 27+ മോർ സി ഓർ കണക്ഷൻസ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ നമ്മളുടെ ജിമെയിൽ ഐ ഡിയോ നമ്മൾ പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം ഡിലീറ്റ് ഓൾ ദ കണക്ഷൻസ് യു ഹാവ് വിത്ത് ഗ്ലോബൽ വില്ലേജ്. ഈ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പെർമിഷൻസും നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംശയമുള്ള എല്ലാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ നിന്നും നമ്മളുടെ ജിമെയിൽ ഐ ഡി അതായത് ഗൂഗിൾ അക്കൗണ്ടിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.